സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ദ മാസ് ഓഫ് ആൻ ഒബ്ജക്ട് ഇസ് 10 kg, വാട്ട് ഇസ് ഇറ്റ്സ് വെയിറ്റ് ഓൺ മൂൺ? നമ്മുടെ മുന്നേ ഉള്ള ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ വെയിറ്റ് ഓൺ എർത്ത് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ വാല്യൂ നമുക്ക് അറിയായിരുന്നു 9.8 ആയിരുന്നു. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ മൂണിലാണ് ചോദിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് മൂണില് ജി അറിയണം, ജി ഓൺ മൂൺ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ വാല്യൂ മക്കളെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇറ്റ് ഇസ് 1.63 എന്നുള്ളതാണ് കേട്ടോ. 1.63 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഡൗട്ടില്ലല്ലോ? ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ, എവിടെയാണെങ്കിലും മാസ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും അല്ലെ. എർത്തിലാണെങ്കിലും മൂണിലാണെങ്കിലും മാസിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ട്. ഇറ്റ് മീൻസ് കോൺസ്റ്റന്റ്. വെയിറ്റ് മാത്രമേ എന്താ പറയുക, ഈ പ്ലാനറ്റ് മാറുന്നതനുസരിച്ച് വെയിറ്റ് മാറുന്നുള്ളൂ, മാസിന് മാറ്റമൊന്നുമില്ല. ആ പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ മാസ് ആൻഡ് വെയിറ്റിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 1 or 2 മാർക്കിന് ഉണ്ടാവും. അത് നിങ്ങൾ പഠിക്കട്ടെ കൂടെ തന്നെ. സോ നെക്സ്റ്റ് അപ്പോൾ നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം വെയിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു ജി ആണ്. മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇവിടെ നമ്മുടെ മാസിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്, 10 ആണ് അല്ലെ. 10 ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് 1.63. സോ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ ഡെസിമൽ എന്ത് ചെയ്യും, ഒരു 0 ആണല്ലോ ഉള്ളത്. ഒരു 0 ആയതുകൊണ്ട് നമ്മുടെ ഡെസിമൽ ഒരു പോയിന്റ് ഇങ്ങോട്ട് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുക 16.3 ആണ്. വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആക്ച്വലി ഫോഴ്സ് അല്ലേ. അപ്പൊ വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ന്യൂട്ടൺ തന്നെയാണ്. ഓക്കെ, അപ്പം ഇതാണ് ആൻസർ. ഓക്കെ, അപ്പം ഇത് കിട്ടിയെന്ന്